വൈകുന്നേരങ്ങളിൽ നല്ല മഴയൊക്കെ പെയ്യുന്ന ദിവസം നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് ചായയൊക്കെ കുടിക്കാൻ എന്ത് രസമല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴം നോക്കിയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി ഒരു പഴം ഒന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പഴം ഒന്ന് മുറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാൻ കോൺഫ്ലവറാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഇരിക്കണം ബാറ്റർ. ഒത്തിരി ലൂസായി പോകാനും പാടില്ല. സമയം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മാറ്റി വെച്ചാൽ നല്ലതാണ്. ഞാനിപ്പം മാറ്റി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടെ അതിലേക്കിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണയിലോട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അധികം ഓയിൽ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു 3 എണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഫ്ലെയിം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ എല്ലാം തന്നെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇനി എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.